നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ പകരം വെക്കാനില്ലാത്ത വില്ലൻ കഥാപാത്രമാണ് കീരിക്കാടൻ ജോസ്. അവതരിപ്പിച്ച നടൻ്റെ യഥാർത്ഥ പേരിനെ പോലും മറവിയിലാഴ്ത്തി ഒരിത്തിരി ഭയത്തോടെയാണെങ്കിലും മലയാളി പ്രേക്ഷകൻ്റെ നെഞ്ചിലും ചുണ്ടിലും നിറഞ്ഞു നിന്ന പേരും രൂപവും. കീരിക്കാടന് തുല്യം കീരിക്കാടൻ മാത്രം. കിരീടത്തിൽ മോഹൻലാലിൻ്റെ നായക കഥാപാത്രത്തിനൊപ്പം ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രം. കഥാപാത്രത്തെ അനശ്വരമാക്കിയ മോഹൻരാജ് പിൽക്കാലത്ത് അറിയപ്പെട്ടതുപോലും കീരിക്കാടൻ ജോസ് എന്ന പേരിലായിരുന്നു. അവസാന നിമിഷം അപ്രതീക്ഷിതമായാണ് കീരിക്കാടൻ്റെ വേഷത്തിലേക്ക് മോഹൻരാജ് എത്തുന്നത്. അതിനു മുന്നേ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ തക്കവണ്ണമുള്ള ആയിരുന്നില്ല അവയൊന്നും. അങ്ങനെ ഇരിക്കെയാണ് കിരീടത്തിൽ ആദ്യം നിശ്ചയിച്ച നടനെത്താതെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് സഹസംവിധായകനായിരുന്ന കലാധരൻ മോഹൻരാജ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന മോഹൻരാജിനെ കണ്ടപ്പോൾ തന്നെ അവർ ഉറപ്പിച്ചു. സിബി മലയിലും മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. നല്ല മുടിയുള്ള മോഹൻരാജിനെ മൊട്ടയടിപ്പിച്ച് മുഖത്തൊരു മുറിപ്പാടും നൽകി കീരിക്കാടൻ ജോസാക്കി മാറ്റി. ചിത്രം വൻ ഹിറ്റായതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി. മലയാളത്തിനൊപ്പം തന്നെ ഇതര ഭാഷകളിലും മോഹൻരാജിനെ തേടി അവസരങ്ങളെത്തി. സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നതുവരെ ആരെയും വിറപ്പിക്കുന്ന വില്ലൻ എന്ന ആശയം ഉടലെടുക്കുമ്പോഴേ അണിയറ പ്രവർത്തകരുടെ മനസ്സിൽ മോഹൻരാജിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. വില്ലൻ വേഷത്തിൽ ശോഭിക്കാൻ കഴിയുന്ന നിരവധി അഭിനേതാക്കൾ ഉള്ളപ്പോഴാണ് തൻ്റേതായ രീതിയിലൂടെ മലയാള സിനിമയിലെ വില്ലൻ ഭാവങ്ങൾക്ക് മോഹൻരാജ് ഒരു കീരിക്കാടൻ ടച്ച് നൽകിയത്. സ്വന്തം പേരിനേക്കാൾ കഥാപാത്രമായി കീരിക്കാടൻ ജോസ് എന്ന പേരിലാണ് മോഹൻരാജ് അറിയപ്പെട്ടത്. കീരിക്കാടൻ എന്ന കഥാപാത്രത്തിന് ആദ്യം നിശ്ചയിച്ചത് ഒരു തെലുങ്ക് നടനെയായിരുന്നു. അഡ്വാൻസ് ഉൾപ്പെടെ കൊടുത്തിരുന്നുവെങ്കിലും അവസാന നിമിഷം നടൻ പിന്മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ വേഷം മോഹൻരാജിലേക്ക് എത്തിപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് സംവിധായകൻ സിബി മലയിൽ ഒരു അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു: കിരീടത്തിൻ്റെ കഥ മോഹൻലാൽ എന്ന നടനെ തന്നെ ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയ കഥയാണ്. കഥ എഴുതി വന്നപ്പോൾ സേതുമാധവൻ എന്ന വേഷം ചെയ്യാൻ മോഹൻലാൽ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. എന്നാൽ സുപ്രധാനമായ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം ചെയ്യുന്നത് ഒരു പുതിയ നടനാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ആ കഥാപാത്രത്തെക്കുറിച്ച് എല്ലാവരും വലിയ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിച്ചു കാണിക്കുമ്പോൾ ആ വേഷം ചെയ്യുമ്പോൾ അത്രയും ഭീകരനായ ഒരാളാവണമെന്നുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള ഒരു നടനാണെങ്കിൽ അയാളെ കാണിക്കുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ ഇയാളെക്കുറിച്ചാണോ ഇത്രയും പറഞ്ഞതെന്ന് ചിന്തിച്ചു പോകും. ഈ പറയുന്ന ആകാരമുള്ള പുതിയ ഒരു നടനെ വേണം. നിർമ്മാതാക്കൾ ആ സമയത്ത് പ്രദീപ് ഷെട്ടി എന്ന ഒരു തെലുങ്ക് നടനെക്കുറിച്ച് പറഞ്ഞിരുന്നു. തെലുങ്കിലും തമിഴിലും മണിരത്നത്തിൻ്റെ സിനിമയിലുമെല്ലാം വില്ലൻ വേഷം ചെയ്യുന്ന നടനായിരുന്നു അദ്ദേഹം. എന്നാൽ മനസ്സുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം തനി മലയാളിത്തമുള്ള മലയാളിയായ ഒരു നടൻ തന്നെ എനിക്ക് വേണമായിരുന്നു. മറ്റൊരു ഭാഷയിൽ നിന്ന് കഥാപാത്രം വരുമ്പോൾ ബോഡി ലാംഗ്വേജിലടക്കം വ്യത്യാസം വരുമെന്നുള്ളത് കൊണ്ട് പൂർണ്ണമായി അത് സമ്മതിക്കാൻ എനിക്കിഷ്ടമായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ആ നടനെയും കിട്ടാതെ വന്നു. പുതിയ ആൾക്ക് വേണ്ടി ഞാനും ലോഹിയും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായി എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള കലാധരൻ മോഹൻരാജിനെ കുറിച്ച് തന്നോട് പറയുന്നത്. കെ മധു ഒരുക്കിയ മൂന്നാം മുറ എന്ന ചിത്രത്തിൽ കലാധരൻ വർക്ക് ചെയ്തിരുന്നു. ആ സിനിമയിൽ കൊള്ളക്കാരിൽ ഒരാളായി മോഹൻരാജും അഭിനയിച്ചിരുന്നു. കലാധരൻ എന്നോട് ഇങ്ങനെ ഒരാളുണ്ട്, ഞാനൊന്ന് കൊണ്ടുവരാം, സാർ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മോഹൻരാജ് എന്നെ കാണാൻ വന്നു. അയാൾ എൻ്റെ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ കീരിക്കാടൻ ജോസ് നിൽക്കുന്നു എന്നാണ് മനസ്സിൽ തോന്നിയത്. കീരിക്കാടൻ ജോസ് എന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. അടുത്ത റൂമിൽ കഥ എഴുതിക്കൊണ്ടിരുന്ന ലോഹിയോട് ഞാൻ പറഞ്ഞു കീരിക്കാടൻ വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് മോഹൻരാജിനെ കണ്ട ലോഹിയും പറഞ്ഞു ഇതാണ് നമ്മുടെ കീരിക്കാടൻ ജോസ് എന്ന്. അന്ന് തന്നെ ഞങ്ങൾ യാതൊരു സംശയവുമില്ലാതെ തീരുമാനിച്ചു ഇതാണ് ഞങ്ങൾക്ക് വേണ്ട കഥാപാത്രം. അയാളുടെ രൂപഭംഗിയും ആകാരവും കണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അയാളുടെ അഭിനയസിദ്ധിയോ മുൻപ് അഭിനയിച്ച സിനിമയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കീരിക്കാടൻ ജോസ് എന്ന പേരിലാണ് അയാൾ പിന്നീട് അറിയപ്പെട്ടത്. അയാളുടെ യഥാർത്ഥ പേര് അധികം ആർക്കും അറിയില്ല. പലപ്പോഴും വളരെ അപൂർവമായിട്ടേ കഥാപാത്രത്തിൻ്റെ പേരിൽ അഭിനേതാക്കൾ അറിയപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയായി മോഹൻരാജ് മാറിയെന്നും അഭിമുഖത്തിൽ സിബി മലയിൽ പറയുന്നു.